എന്താ വക്കീലെ, ഫിദ മാഡത്തിനെ കാണാനാണോ? ഫിദ മാഡം ഇവിടെ ഇല്ല, പൊയ്ക്കോളൂ. പിന്നെ ഇപ്പൊ ഇവിടെ ആരാ താമസം? ഇവിടെ ഗായിക ശ്യാമയുണ്ട്. പിന്നെ ശ്യാമ മാഡത്തിന്റെ മകൾ രാധിക എന്ന ഞാനും. ഓഹോ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ രൂപത്തിലും ശബ്ദത്തിലുമുള്ള സാമ്യം മാത്രം മതിയായിരുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ. പക്ഷേ നിങ്ങൾ വളരെ വ്യത്യസ്തതയുള്ള ആളുകളല്ലേ, നിങ്ങളങ്ങനെ ഒന്നും വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ടാ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഈ ചോദ്യവും പറച്ചിലൊന്നും അല്ല വേണ്ടത്. ഇതുപോലുള്ള നാണം കെട്ട സംസാരത്തിന് കൈ ഉയർത്തിയൊന്ന് കൊടുക്കുക വേണ്ടത്. പറഞ്ഞിട്ട് എന്താ കാര്യം പത്മിനി? അവർക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യം വല്ലതും ആണോ? ഇത്രയും കാലം അവര് കരുതിയിരുന്നത് രാധികയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല, തങ്ങൾക്ക് രണ്ടുപേർക്ക് അതുണ്ട് എന്നാണ്. രണ്ടുപേർക്കും അച്ഛനമ്മമാരൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ രണ്ടുപേരിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അതില്ല. ആകെ അറിയാവുന്നത് ഈ കണിമംഗലത്തിന്റെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള കുശുമ്പ് പറയുന്നതാ. അതെ, തൽക്കാലം അസൂയക്കും കുശുമ്പിനും അന്താരാഷ്ട്ര തലത്തിൽ മാർക്കറ്റൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ തലപ്പത്ത് നിങ്ങളായിരുന്നേനെ. എനിക്ക് ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങളുടെ സംശയം കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സംശയം ഒരുപക്ഷെ നിങ്ങൾ ശ്യാമ മേഡത്തിനെ അങ്ങോട്ട് കണ്ടു ചെന്ന് ചോദിക്കാനും മതി. പക്ഷേ ഞാനേ ഒരു മുന്നറിയിപ്പ് തരാം. കാലാകാലങ്ങളായിട്ട് മകളെ കാണാതെ കരഞ്ഞ് കരഞ്ഞ് തീർന്ന ഒരു അമ്മ സ്വന്തം മകളെ തിരിച്ചറിഞ്ഞ നിമിഷമാണ്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താലേ ചിലപ്പോ കണിമംഗലത്തുകാർക്കുണ്ടാവുന്ന ക്ഷമ അവർക്കുണ്ടാവണമെന്നില്ല. എന്തായാലും രാധിക മോള് തിരിച്ചു വരട്ടെ. ഈ കാര്യം എങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കേണ്ടതെന്ന് എല്ലാവർക്കും കൂടി ആലോചിക്കാം. അത് വേണം, അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഓഹോ, എന്താ വക്കീലെ, ഫിദ മാഡത്തിനെ കാണാനാണോ? ഫിദ മാഡം ഇവിടെ ഇല്ല, പൊയ്ക്കോളൂ. പിന്നെ ഇപ്പൊ ഇവിടെ ആരാ താമസം? ഇവിടെ ഗായിക ശ്യാമയുണ്ട്. പിന്നെ ശ്യാമ മാഡത്തിന്റെ മകൾ രാധിക എന്ന ഞാനും. ഓഹോ, തൽക്കാലം ഒരു അഡ്വക്കേറ്റിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, പൊയ്ക്കോളൂ. നിർത്തിക്കോ നീ. നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടെന്നറിയോ? എന്തൊക്കെയാ ഇവിടെ എല്ലാരും കൂടി കാണിച്ചു കൂട്ടിയത്. ബാംഗ്ലൂരിൽ നിന്ന് എഴുന്നള്ളുന്നു, ഫിദ മാഡം വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല, ഫിദ മാഡത്തിനോട് വല്ലാത്ത സ്നേഹം. സ്വന്തം ചെറിയമ്മയല്ലേ, മാഡം വിളിച്ചെന്നെ പറ്റിക്കാൻ വേണ്ടിയാ? നിന്റെ അമ്മ നിന്റെ അടുത്ത് വേഷം കെട്ടുന്നതിനിടയിൽ എന്റെ ഒരു ചെറിയ വേഷത്തിന് എന്താടി പ്രസക്തി? എന്തായാലും രണ്ടാളും കൂടി പണി പറ്റിച്ചല്ലേ, സന്തോഷായിടി. ചേച്ചിന്ന് വിളിക്കാൻ പറഞ്ഞത് അന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നാണ് എല്ലാം കൂടി ക്ലിയർ ആയിട്ട് വന്നത്. വാ, കള്ളത്തരത്തിന് കൂട്ടുന്നവര് മുഴുവൻ ഇവിടെ ഉണ്ട്. ഇനി നീട്ടി വെച്ച് ചെറിയമ്മേന്നൊന്ന് വിളിച്ചേ, ഞാനൊന്ന് കേക്കട്ടെ. ഇവളങ്ങ് വല്ലാണ്ടങ്ങ് സ്മാർട്ടായി പോയല്ലോ ചെറിയമ്മേ. ഇതാണ് അമ്മയും മോള് തിരിച്ചറിഞ്ഞാലുള്ള ഗുണം. വഴിയൊരുക്കിയത് നീയല്ലേടി, എല്ലാ ക്രെഡിറ്റും നിനക്കാ. ഓക്കെ, എന്തായാലും അമ്മയും മോളും ഒന്നിച്ച ഈ സന്തോഷത്തിൽ
വേറൊരു സന്തോഷ കാര്യം കൂടെ ഞാൻ പറയാം. ഇരിക്ക്. എന്താ മോളെ? രാധിക അമ്മയെ കണ്ടു. അമ്മ എന്തായാലും മോളെ വിടില്ല. പക്ഷേ അതുകൊണ്ടൊരു സേഫ്റ്റി ഇല്ലല്ലോ. സുകുമാരിയുടെയും പ്രിയങ്കയുടെയും ഭീഷണി ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഒരു വാളായി കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഒഴിവാക്കണ്ടേ? അതിന് വല്ല വഴിയും ഉണ്ടോ? ഉണ്ട്. സുകുമാരിയുടെയും പ്രിയങ്കയുടെയും കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണ്. ജയിലിൽ നിന്ന് അവരെ ജാമ്യത്തിലിറക്കാൻ ഒരാളുമില്ല. ഈ അവസരം നമ്മൾ മുതലെടുക്കാൻ തീരുമാനിച്ചാൽ സുകുമാരിക്കും പ്രിയങ്കയ്ക്കും ജയിൽ മോചനവും ഒപ്പം കുറച്ച് തുകയും കൂടി കൊടുത്ത വരുണിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാമെന്ന് പ്രിയങ്കയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റും. ആണോ മോളെ? നടക്കുന്ന കാര്യമാണോ? നടത്തണം. കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് രണ്ടുപേരും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. പണത്തിന്റെ കാര്യം പറഞ്ഞ രണ്ടുപേരും ചാടി വീഴുകയും ചെയ്യും. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ ചെറിയമ്മേ? വേണ്ട വേണ്ട. ഇതിനു മുൻപ് വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞ് കോടികൾ വാങ്ങിച്ചതാ. പ്രിയങ്ക എന്നിട്ട് പറ്റിച്ചു. ഇനിയും അവൾ അത് തന്നെ ചെയ്യുള്ളൂ. ഞാൻ ഇടപെട്ട ഒരു കാര്യത്തിൽ വാക്ക് മാറാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട വിധം എനിക്കറിയാം. നിനക്കൊന്നും മനസമാധാനത്തോടെ ജീവിക്കട്ടെ പെണ്ണേ. അതിനല്ലേ ഞാനീ പറയുന്നേ. മോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത്രയൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് കൃഷ്ണന്റെ അനുഗ്രഹം ഏറ്റവും കൂടിയ അവസ്ഥയിലാ ഇപ്പൊ ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. ഒരുപക്ഷെ മോളെ കൊണ്ട് തോന്നിച്ചതും ഭഗവാൻ തന്നെയായിരിക്കും. ഇത് നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നടത്തിയെടുക്കാം. ഇനി മോളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്കൊരു പ്രശ്നമുണ്ടെന്ന് അമ്മയ്ക്ക് വേവലാതി പാടില്ല. എല്ലാം ശുദ്ധമാവട്ടെ. പ്രിയങ്കയുടെ ഭീഷണി എന്നേക്കുമായിട്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോട്ടെ. നിന്റെ അമ്മയ്ക്ക് കോടാനുകോടികൾ നിനക്ക് തരാനുണ്ടാവും. പക്ഷെ ഈ ചേച്ചിയെ കൊണ്ട് ഇതേ നടക്കൂ. മതി. എത്ര കോടികൾ മുടക്കിയാലും ആർക്കും ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങളാ ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തത്. അതിന്റെ നന്ദി എനിക്ക് മാത്രല്ല, വരുണും ഉണ്ടാവും. ചേച്ചി എന്ത് തന്നെ ചെയ്താലും ജയിക്കും. അതിനുള്ള കഴിവ് ചേച്ചിക്കുണ്ട്.